ഈശോയുടെ ശിഷ്യന്മാരിൽ പരിശുദ്ധ മറിയത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനാണ് വിശുദ്ധ അന്ത്രയോസ്. അന്ത്രയോസിനെ കുറിച്ചൊരു പാരമ്പര്യ കഥയുണ്ട്. അന്ത്രയോസ് മരിച്ച് സ്വർഗത്തിൽ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ടും ആദ്യം മാധവനെ കാണുന്ന ആഗ്രഹത്തോടുകൂടി എല്ലായിടത്തും പോയി അന്വേഷിക്കണം മാധവനെ. ഒരു സ്ഥലത്തും നോക്കിയിട്ട് മാധവനെ കാണാനില്ല. അവസാനം ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, അമ്മനോട് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, അമ്മ ഭൂമിയിലെ ആൾക്കാരുടെ സങ്കടം കേട്ടുകൊണ്ട് അവിടെ തന്നെ ഉണ്ടാവും, ഞാൻ തന്നെ കണ്ടിട്ട് കുറേ നാളായി. പരിശുദ്ധ മറിയത്തിൻ്റെ വലിയ പ്രത്യേകതയായിട്ട് പറയാണ്, നമ്മൾ മക്കളുടെ ആവശ്യത്തിന് വേണ്ടി നിരന്തരം ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോഴേ പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും ഭൂമിയിൽ തന്നെ ഉണ്ട് അമ്മയുടെ സാന്നിധ്യം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഭൂമിയിൽ തന്നെ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് സ്വർഗാരോപണ തിരുനാൾ മാത്രമല്ല, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ച ആരാന്നറിയാമോ? അത് മദർ മേരിയാണ്, അമ്മയാണ്. നമ്മളിങ്ങനെ പറയാറുണ്ട്, ഫ്രീഡം എന്ന് പറയുന്നത് നിയന്ത്രണങ്ങളില്ലാത്ത ഇടമാണെന്ന് പറയാം. ശരിക്കും അങ്ങനെയല്ല. ദൈവം നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്ന ഇടമാണ് സ്വാതന്ത്ര്യം എന്ന് പറയാം. നമ്മൾ ശരിക്കും എപ്പോഴാണ് ഫ്രീ ആവണമെന്ന് അറിയാമോ? ദൈവം നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ്. മറിയം തൻ്റെ ചെറുപ്രായത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് യെസ് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ നിയന്ത്രണം, അല്ലെങ്കിൽ ദൈവം മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത സമയമാണ്. ഫുള്ളി നമുക്കറിയാം, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ജീവിച്ചവളെ പരിശുദ്ധ പറയും. നമ്മൾ ലൈഫിൽ ഇങ്ങനെ ചിന്തിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയന്ത്രണം, നമ്മുടെ ജീവിതത്തിലുള്ള നിയന്ത്രണം നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാവണം. അപ്പം നമ്മുടെ ലൈഫ് പരിശുദ്ധ മറിയത്തെ പോലെ സ്വർഗത്തിന് യോജിച്ച ജീവിതമാവും. നമ്മൾ അങ്ങേയറ്റം ഫ്രീഡം അനുഭവിക്കുന്ന ആൾക്കാരാവും. ഈ ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 15 വരെ ഷാർജയിലെ സെൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിൽ തിരുനാളാണെന്നറിയാം. തിരുനാൾ ഏറ്റെടുത്ത് നടന്ന പ്രസിദ്ധന്മാർക്കും ഇടവേല അച്ഛനും ഇടവക്കാർക്കും ഒക്കെ ഹൃദയപൂർവ്വം ആശംസകൾ നേരുന്നു.